കൂടാൻ. എന്തുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഒരു വാർത്ത വന്നു. അതായത് ഫോറൻസിക് സർജൻ്റെ വെളിപ്പെടുത്തലാണ്, മൃതദേഹങ്ങളെ ചികിത്സിച്ചിട്ട് ആൾക്കാർ കാശുണ്ട്, അതായത് സ്വകാര്യ ആശുപത്രികൾ കാശുണ്ടാക്കുന്നുവെന്ന്. ഈ വാർത്തയിലെ വസ്തുത നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. സർ, ഈ വാർത്ത സാറ് കണ്ടിരുന്നില്ലേ? തീർച്ചയായും ഞാൻ കണ്ടിരുന്നു രേവതി. അതായത് മൃതദേഹങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രികളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോറൻസിക് സർജനാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഡോക്ടർ ഫ്രട്ടേണിറ്റിയിൽപ്പെട്ട തന്നെ ഒരാളാണ്. അത് ഇപ്പോൾ രേവതി നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു, ഡോക്ടർ ഒരു അസുഖം പരിശോധിച്ചു, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഈ ആൾ വിളിക്കുന്നത് ദൈവമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമോ ദൈവത്തിന് തൊട്ട് താഴെയോ ആണ് ഒരു ഡോക്ടറുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പവിത്രമായ ഒരു സ്ഥാനം, ഒരു വിശ്വാസത്തെ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രികളെല്ലാമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഫോറൻസിക് സർജൻ അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ആശുപത്രിക്കാർ അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് കേസിന് പോകാം. ഇങ്ങനെ ഒരു സ്വകാര്യ ആശുപത്രിക്കാരെ ആകെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം. പക്ഷെ ആരും പോകാത്തതിൻ്റെ കാരണം ചിലരെങ്കിലുമൊക്കെ സമാനമായ സ്ഥിതിയുണ്ട്. അവിടെ രേവതി മനസ്സിലാക്കേണ്ടത്, പൂർണ്ണമായി മരിച്ചു കഴിഞ്ഞ ഒരാളിനെ വെക്കുന്നു എന്നതിലുപരി, ഇപ്പോൾ ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അയാൾ ഇനി ഒരു 10% പോലും തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നറിയാവുന്ന കേസുകളിൽ പോലും പല ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ 8 മണിക്കൂർ വെന്റിലേറ്ററിൽ വെക്കുന്നു. ഒരു വെന്റിലേറ്ററിന് 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഒരു ദിവസത്തെ വരുമാനം. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ഇങ്ങനെ ചെയ്യുന്നു. പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയായ ഒരു ഡോക്ടർ നേരിട്ട് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇതുപോലെ മരണപ്പെട്ടു, ആ വെന്റിലേറ്ററിലാണ് എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം ഗൾഫിൽ നിന്ന് കാണാനായി വന്നു, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളാണ്. നേരെ വെന്റിലേറ്ററിൽ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം കൂടി ഒരു ഡോക്ടറായതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, വൈദ്യശാസ്ത്രത്തിൽ ഇനി ഏത് തലനാഴിരകീറി പരിശോധിച്ചാലും ഈ ആൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ 3 ദിവസമായി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ടത് വിച്ഛേദിക്കാൻ പറഞ്ഞു. വിച്ഛേദിക്കുമ്പോൾ ആകെ വെന്റിലേറ്റർ കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഹൃദയമിടിപ്പ് ഇങ്ങനെ നിലനിർത്താം, അങ്ങനെ ചില അവയവങ്ങൾ കൃത്രിമമായി ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒരാൾ 10-15 വർഷമായി സമാനമായ ആരോപണം നേരിടുന്ന ഒരാൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ചർച്ചയിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ടതിന് ശേഷവും വരുമാനത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവരുടെ ഒരു, അതായത് എന്ത് തരത്തിലുള്ള മെന്റാലിറ്റിയാണ് ഇതിലേക്ക് രേവതി? ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂഹമാകെ, ഒരു സമൂഹത്തിലൊരു നല്ലൊരു ശതമാനം പേരും ഈ പറയുന്ന സ്വാർത്ഥത, ലാഭം, സാമ്പത്തികം, ഇത്തരമൊരു ചിന്തയിലേക്ക് വന്നു. അത്തരമൊരു ചിന്തയിലേക്ക് വന്നപ്പോൾ ഈ സമൂഹത്തിൻ്റെ തന്നെ പരിച്ഛേദമാണല്ലോ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും, പ്രൊഫഷണൽസ് അല്ല. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് എത്തിക്സ് ഉള്ള ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ഇത്തരം സമൂഹത്തിൻ്റെ ജീർണതകൾ ബാധിക്കാൻ പാടില്ല. പക്ഷേ ഇവരെയും അത്തരം ജീർണതകൾ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഒരു ഡോക്ടറെ ഒരു സ്വകാര്യ ആശുപത്രി കയറ്റിയാൽ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ് ശമ്പളമെങ്കിൽ, അദ്ദേഹം ഇത്ര ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തിനിടയിൽ അവിടെ ഒപ്പിച്ചു കൊടുക്കണമെന്നൊരു ടാർഗറ്റ് ഉണ്ട്. ഈ ഇത്രയും രൂപ എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വരുന്ന രേവതിയാണെങ്കിൽ, ആദ്യം വരുന്ന ഞാനാണെങ്കിൽ, ഇനി ഒരാൾ വരുമോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇതിനകത്തൊരു പ്രഡിക്ഷൻ ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ നാളെ എത്ര പേര് വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ആദ്യം വരുന്ന ആളിൽ തന്നെ പരമാവധി ട്രീറ്റ്മെൻറ്റ് എന്തെല്ലാം ചെയ്യാനൊക്കുമോ അതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിലേറ്റവും വേദനാകരമായി എനിക്ക് കൂടി അറിയാവുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഒരു പാലിയേറ്റീവ് കെയർ പേഷ്യൻറ്റ്, ആ പേഷ്യൻ്റ് ഒരു അച്ഛൻ, വർഷങ്ങളായി സുഖമില്ലാതിരിക്കുന്ന വളരെ മാന്യനായ ഒരു അച്ഛൻ. ഞാൻ ആ അച്ഛൻ്റെ അമ്മയുടെയും ഒരു മകനെ പോലെയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കിടത്തിയിട്ട് അച്ഛനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. വിളിച്ച സമയത്ത് ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്താ ഡോക്ടർ ചോദിച്ചു, ഇടിപ്പല്ല് ഒരു ഓപ്പറേഷൻ വേണം അർജൻറ്റായി, നാളെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ആർക്കായി ചെയ്യുന്നതെന്നറിയോ? അൽഷൈമേഴ്സ് ബാധിച്ച് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരാളിനാണ് ഇടിപ്പല്ലിൻ്റെ സർജറി നടത്തുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തിനാണ് ഇദ്ദേഹത്തിന് ഇത് നടത്തിയിട്ട്? അല്ലാതെ നടത്തണം, പൊട്ടിയിരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹം വേദന വല്ലതും പറഞ്ഞോ? ഇല്ല, കാരണം അദ്ദേഹം വേദന പറയാൻ അദ്ദേഹം അൺകോൺഷ്യസ് ആണല്ലോ, ഓർമ്മയില്ല. അപ്പോൾ പിന്നെ എന്താ കാര്യം? ഇദ്ദേഹത്തെ നേരെ ഒരിടത്ത് കയറ്റി ഹോൾ ബോഡി അങ്ങ് സ്കാൻ ചെയ്തു. ആര് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തു? അവർ തന്നെ സ്കാൻ ചെയ്തു, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു അവസരം കിട്ടി. എന്നാൽ ഇത് സമ്മതിച്ചാൽ 3 ലക്ഷം രൂപ എന്തോ സർജറിക്ക് പറഞ്ഞത്.
ആ 3 ലക്ഷം രൂപ സർജറി നടത്തി ഈ ആളിനെ എന്ത് ചെയ്യാനാണ്? ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പം ഇങ്ങനെ കിടക്കുന്ന ആളിനെ ഇത് സർജറി നടത്തിയാൽ ഇയാൾ ഓർമ്മ കിട്ടുമോ? കിട്ടത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം ആലോചിക്കുമ്പോഴേ സാർ, അതായത് ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് ഒരു രോഗം, പെട്ടെന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേഗം ചികിത്സിച്ച് ഭേദമാക്കണം, അല്ലെങ്കിൽ ഏറ്റവും വേഗം അത് മാറണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ തിരക്കി പോകുന്നത്. ആ ഹോസ്പിറ്റലിലുള്ള അതിന്റെ ഉടമസ്ഥർ ഈ ഏറ്റവും നല്ല എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇതിന്റെ എല്ലാം ലാഭം സാധാരണക്കാരിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ന്യായം ഉണ്ടല്ലോ രേവതി. പിന്നെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ചികിത്സാ സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു കൂട്ടം കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ 5 കോടി രൂപ വെച്ച് ഒരു വീട് വെക്കുന്നു, അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്ക് ഒരു വീട് വെക്കുന്നു. ആ വീട് എന്തിനാ? 75 വർഷമോ 80 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ 30 വർഷമോ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഓരോ മുറിയുടെയും ചാർജ് ഓരോ മക്കളുടെ പേരിൽ കൊടുത്തിട്ട് അവരെ കയ്യിൽ നമ്മൾ പിറ്റേന്ന് കാശ് ഈടാക്കാറുണ്ട്? ഇല്ല, ഒരിക്കലും ചെയ്യാറില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു ആശുപത്രി ചികിത്സയുടെ ഭാഗമായി അവർ എക്യുപ്മെന്റ് കൊണ്ടുവരുന്നു. ആ എക്യുപ്മെന്റ് ആവശ്യമുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കണം, ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു തുക പറയണം. ഇത് അതിന് പകരം പല സന്ദർഭങ്ങളിലും നമുക്ക് പോലും ചിരി വന്നു പോകുന്ന തരത്തിൽ, ഞാൻ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ, അവിടെ ഇതുപോലെയുള്ള ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ ഈ ആളിനെ അങ്ങ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൂടാ. പണ്ട് നമ്മൾ പറയുകയും വാദിയായും പ്രതിയായും ഒരു പോലീസ് സ്റ്റേഷനിലും കയറാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ എനിക്കറിയാം. അതുപോലെ രോഗിയായും ആരുടെയും രോഗവിശേഷങ്ങൾ അറിയാനും ആശുപത്രിയിൽ പോകേണ്ട ഒരു ഗതി വരല്ലേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ് പലപ്പോഴും നമ്മളുള്ളത്. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, ഞാനൊരു ഫ്ലൈറ്റ് യാത്ര നടത്തി എൻ്റെ ചെവി അടഞ്ഞു. ഞാനൊരു ENT ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് വേദനയുണ്ടോ എന്ന് ചോദിച്ചു, വേദനയില്ല എന്ന് പറഞ്ഞു. പഴുപ്പുണ്ടോ എന്ന് ചോദിച്ചു, പഴുപ്പില്ല എന്ന് പറഞ്ഞു. ആഹാരത്തിന് രുചി വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു, രുചി വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു. ആകെ ഇത് അടഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, ഫ്ലൈറ്റ് യാത്ര നടത്തി. അപ്പോഴൊക്കെ ഡോക്ടർ കുറിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അസുഖങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമായിരിക്കുന്നു. ഞാൻ ഫാർമസിയിൽ വന്നപ്പോൾ മരുന്നെല്ലാം എടുത്തിട്ട് അവർ 820 രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനൊക്കെ ഉള്ളതാണ്? അത് 1 പെയിനുള്ളതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പെയിനില്ല. 2 ഉറങ്ങാനുള്ളതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഉറക്കക്കുറവുമില്ല. 3 ആൻറ്റിബയോട്ടിക്കാണ് ഇൻഫെക്ഷൻ്റെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഫെക്ഷനോ മറ്റോ അസ്വസ്ഥതകളോ പഴുപ്പോ ഒന്നുമില്ല, പഴുപ്പിനുള്ളതാണെന്ന് പറഞ്ഞു. അവസാനം എന്താ, എനിക്ക് ആ ഒരു മരുന്ന് ഞാൻ വാങ്ങിയില്ല. അടുത്ത ദിവസം ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ ചെവി തുറന്നു. ഈ പ്രശ്നം പരിഹരിച്ചു. അത് ഞാനൊരു വേറൊരു ആളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ വാ പൊത്തി പിടിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് എടുത്താൽ ആ പ്രഷർ കൊണ്ട് അങ്ങ് തുറക്കും, പ്രഷർ ഡിസ്റ്റൻസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പം ഇത് ഒരു അനുഭവം. എൻ്റെ വൈഫിന് ഒരു 3 വർഷം മുമ്പ് ഇതുപോലെ ഒരു ഡോക്ടറെ കാണാൻ പോയി. പെട്ടെന്ന് തന്നെ അവൾ തലവേദനയ്ക്ക് പോയതാണ്. എന്നെ പെട്ടെന്ന് ഡോക്ടറുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ പറയുന്നു ഈ ഒരു അത്ഭുതമാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. ഡോക്ടറിനോട് പറയുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല വലിയ അത്ഭുതമാണ്, ആ കുട്ടിക്ക് എങ്ങനെ ഓക്സിജൻ കിട്ടുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ ഡോക്ടർ പറയുക. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അത് മൂക്ക് വളഞ്ഞിരിക്കുന്നു. ഇന്ന് തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞു അപ്പം അഡ്മിറ്റ് ചെയ്യല്ലേ, ഞാനങ്ങ് വീട്ടിൽ വരട്ടെ, അവളോട് കാണട്ടെ, വന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അപ്പോൾ ആ ഡോക്ടറുടെ ഭയപ്പെടുത്തലുണ്ട്, അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യും. ഇവിടെ വന്നിപ്പോൾ 5 വർഷമായി. ഓക്കെ, യാതൊരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ പലരുടെയും മൂക്കെടുത്ത് നോക്കിയാൽ ഒരു മൂക്ക് അല്പം അടഞ്ഞൊക്കെ ഇരിപ്പുണ്ട്, ചിലരുടെ വളവുണ്ട്, അതൊക്കെ സൃഷ്ടിപ്പിലുള്ള പ്രശ്നമാണ്. പക്ഷേ ഈ മൂക്ക് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു വലിയ വിനോദമായി മാറിയിട്ടുണ്ട് ഒത്തിരി പേർക്ക്. അത് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടയുന്നു. അപ്പം പറഞ്ഞു മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിലൊരു ആരോഗ്യകരമായ ചിന്ത ഈ മേഖലയിൽ ഉണ്ടാവണം. സ്വകാര്യ ലാബുകാരെയും നമ്മൾ ഈ കാര്യത്തിൽ, അതായത് അവർക്കൊരു കുറച്ച് PROമാരുണ്ട്. അവർ ചെല്ലുക, ഡോക്ടറെ കാണുക, ഡോക്ടറോട് പറയണം ഇത്ര ടാർഗറ്റ് അവർ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ വരുന്ന രോഗികളെ കൊണ്ട് ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത കുറെ അധികം ടെസ്റ്റുകൾ എടുക്കും. അങ്ങനെ ഒരു സമ്പ്രദായമില്ലേ രേവതി? ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഈ കോവിഡ് ബാധകാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. നമുക്ക് കാശിനേക്കാൾ കൂടുതൽ ആ സേവനങ്ങൾ നമുക്ക് ചെയ്യുന്നത് സർക്കാർ സംവിധാനങ്ങളാണ്. സർക്കാർ ആശുപത്രി, റേഷൻ കട, ആരോഗ്യവകുപ്പ്, പോലീസ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ പണം എന്ന് പറയുന്ന സംഗതി ഒത്തിരി വല്ലാതെ സമ്പാദിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ളതും നമ്മളൊരു എത്തിക്സ്, എനിക്ക് ഡോക്ടർമാരുടെ എല്ലാവരോടും എന്നല്ല, ഇത്തരത്തിൽ കൊതിയന്മാരായിട്ടുള്ളവരോട് പറയാനുള്ളത്, നിങ്ങളൊരു മിനിമം എത്തിക്സ് പാലിക്കണം. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മത പുലർത്തണം. ഇപ്പം തന്നെ ഈ കോവിഡ് കാലത്ത് തന്നെ നമ്മൾ പല മരുന്നുകളും എഴുതുമ്പോൾ ആ മരുന്ന് വാങ്ങാൻ ഇപ്പോൾ സാധാരണ നമ്മൾ ജനറിക് നെയിം എഴുതണമെന്ന് പറയുന്നതിന് പകരം സ്പെസിഫിക്കായി പലതും എഴുതുന്നത് കൊണ്ട് ചില മരുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തേ കിട്ടുള്ളൂ, ചിലത് കോട്ടയത്തിൻ്റെ മെഡിസിൻ്റെ പരിസരത്തേ കിട്ടുള്ളൂ. ഈ രോഗിക്ക് ഡോക്ടറിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അതിൻ്റെ വേറൊരു ജനറിക് മെഡിസിൻ ഇവിടെ കിട്ടിയാൽ പോലും രോഗി കഴിക്കാൻ തയ്യാറല്ല. മനസ്സിലായി പറഞ്ഞു? അപ്പം ഞാൻ പറയുന്നത് അതൊക്കെ എഴുതിക്കോട്ടെ, അതൊക്കെ അവരെ മരുന്നിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് അല്ലെങ്കിൽ അല്ലാതാണെന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു രോഗി ഒരു ജീവനുമായിട്ട് വരികയാണെന്നും
അതൊരു മനുഷ്യനാണെന്നും നമ്മളാകുന്ന മനുഷ്യനെ പോലെ പരിശോധിക്കുന്ന ഡോക്ടർ എന്ന മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണെന്നും നാളെ ഈ പറയുന്നതിനെല്ലാം നമ്മൾ എന്തെല്ലാം അതിക്രമമോ അല്ലെങ്കിൽ എന്തെല്ലാം അനാരോഗ്യകരവും അവിഹിതവും പിന്നെ ദൈവനീതിക്ക് നിരക്കാത്തതുമായ എന്തെല്ലാം പ്രവൃത്തികൾ അവരോട് കാണിക്കുന്നോ ആ പ്രവൃത്തികൾക്കൊക്കെ തിരിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയവും ദിവസവും നമുക്കും ഉണ്ടാകുമെന്നും വിശ്വസിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഈ മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് അനിവാര്യമാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇവിടെ വെച്ച് അനുഭവിച്ചങ്ങ് തീരുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ ഞാൻ രോഗിയായിട്ട് വരുന്ന നിങ്ങളെ അങ്ങ് കൊള്ള ചെയ്ത് വാങ്ങുന്നു, അല്ലെങ്കിൽ ഞാനൊരു വേറൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങളെ പീഡിപ്പിച്ച് കുറേ കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, നിങ്ങൾ മരിച്ചു, ആരും അറിയാതെ അങ്ങ് മരിച്ചു. ഞാൻ മരിച്ചപ്പം വലിയ ധീരനായി എൻ്റെ പേര് ഫ്ലെക്സ് ബോർഡ് വെച്ചു, എൻ്റെ മഹത്വങ്ങൾ ആളുകൾ എണ്ണി പറഞ്ഞു. യഥാർത്ഥത്തിൽ എൻ്റെ പ്രവൃത്തി എന്താ? ഞാൻ നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങൾക്ക് അനാവശ്യമായി ഞാൻ നിങ്ങളെ കൊള്ള ചെയ്ത് കാശുണ്ടാക്കുകയാണ് ചെയ്തത്. ഇതെവിടെങ്കിലും ചോദിക്കണ്ടേ? ഇതാരെങ്കിലും ഒരിടത്ത് ഇത് തുല്യവൽക്കരിക്കണ്ടേ? ഈ നീതി നിഷേധിച്ചവനൊരു നീതി കിട്ടണ്ടേ? അനീതി കാണിച്ചവനെ ശിക്ഷിക്കണ്ടേ? അപ്പം അങ്ങനെ ഒരു ലോകമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതാണ് ഈ ഡോക്ടറുടെ കുറിപ്പിൽ നിന്നും നമുക്ക് പഠിക്കാം. ആ കുറിപ്പിൽ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ഡോക്ടർ, അതായത് എല്ലൊടിഞ്ഞു പോയൊരു സംഭവം, അതായത് ഒട്ടും പ്രാക്ടീസ് ഇല്ലാത്ത ഡോക്ടേഴ്സിനെയാണ് ഇതുപോലെ സ്വകാര്യ ആശുപത്രി നിയമിക്കുന്നതെന്ന്. അതിനെക്കുറിച്ച് സാർ എന്താ പറയാൻ? അതായത് രേവതി, ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ പഠിച്ചിറങ്ങുന്നവർ ഒത്തിരി കാശ്, ഇതിനകത്തൊരു ട്രെൻഡ് അങ്ങനെ ആയി പോകുന്നു. അതായത് ഇപ്പം ഒരു ഡോക്ടർ ആകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വളരെ സുഖലോലുപമായി ജീവിക്കാനാണ്, ഒരുപാട് സമ്പാദിക്കാനാണ് എന്നൊക്കെ പറയുന്ന ഒരു ഫോക്കസിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ലാഭത്തിനനുസരിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ അധികം പ്രാക്ടീസ് ഇല്ലാത്ത അന്യ സംസ്ഥാനത്തുള്ള ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. ചില മരുന്ന് കുറിച്ചുകൊണ്ട് നമ്മൾ ഫാർമസിയിൽ ചെല്ലുമ്പോൾ ഫാർമസിയിലെ നേഴ്സുമാർ തന്നെ ഈ മരുന്ന് നമുക്ക് കുറച്ച് തരാറുണ്ട്. ഇത് കൊടുക്കണ്ട കുഞ്ഞിന്, ഇത് കൊടുക്കുക, എന്നിട്ട് അവരൊരു ചിരിയിരിക്കും. എന്താന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തതാണ്, ഇദ്ദേഹം എഴുതുന്നതാണ്, ഈ കുഞ്ഞിനത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആ മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന നേഴ്സിന് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന് ഈ വരുന്ന കുഞ്ഞിനോടൊരു കരുണ കൊണ്ട് ഇത് കൊടുത്തുകൂടാ എന്നും പറഞ്ഞു. ചിലർക്ക് ഓരോ തരത്തിൽ ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ആണ്, മനസ്സിലായി പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇപ്പം നിങ്ങൾ സത്യസന്ധമായി മരുന്ന് കുറിച്ചോ രോഗിക്ക് ആവശ്യമാണെങ്കിൽ, അതല്ലാതെ രോഗിയെ ചികിത്സിക്കണോ നിങ്ങൾ സത്യസന്ധമായി ചെയ്തോ, നിങ്ങൾ നാളെ മരിക്കേണ്ടവരാണെന്നും ഇതുപോലെ നിങ്ങളെയും നാളെ ഒരാൾ കച്ചവടം ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ ഈ ഫ്രട്ടേണിറ്റിയെ നയിച്ചുകൊണ്ട് പോകുന്നതെന്നും പലപ്പോഴും മറന്നു പോകരുത്. അവിടെയും ഞാൻ ആവർത്തിച്ചൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ഈ പറയുന്ന ഈ ഫ്രട്ടേണിറ്റി എൻ്റെറായി അടച്ചാക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. പക്ഷേ ഇതുപോലെ ഒരു ഡോക്ടർ ഇതുപോലെ ഒരു മാധ്യമത്തിൽ ഇത്ര പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കണമെങ്കിൽ ചെറുതല്ലാത്ത ശുദ്ധീകരണം ഈ മേഖലയ്ക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാ സ്ഥലത്തും അഴിമതി ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഈ മേഖലയിൽ മാത്രം അഴിമതി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നു, അല്ലേ? അതായത് അതിനകത്തൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണല്ലോ ഈ രോഗിയായിട്ടൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ രേവതി നേരത്തെ പറഞ്ഞ പോലെ തോളി തട്ടി ആ ഒന്നുമില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അതേസമയം ഇങ്ങനെ പറഞ്ഞ് അനാവശ്യമായി പേടിപ്പിക്കുന്ന കുറേ പേരുണ്ട്. ഒരു ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായി പറഞ്ഞ് അതും ഇതും എല്ലാം പറഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ആൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു പോകും. ചിലർ ഓപ്പറേഷൻ്റെ പാട് കണ്ടിട്ട് രണ്ടാമത് ക്യാൻസർ വന്നതാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ 6-7 ദിവസം മുൾമുനയിൽ നിർത്തി. പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് പറയുന്നത് ഇല്ല, ഇത് ആദ്യത്തെ ഓപ്പറേഷൻ്റെ പാടായിരുന്നു. എന്നാൽ പറയാതിരിക്കുക, ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ വർഷങ്ങളായി ചെയ്യുമ്പോൾ അവർ ഈ ഫീൽഡ് മടുത്തിട്ടുണ്ടാവും. പക്ഷേ മുമ്പിൽ വരുന്ന ഓരോ രോഗിയും അവൻ്റെ ആദ്യത്തെ അനുഭവമാണിത്. അത് ആ തരത്തിൽ കാണാൻ തയ്യാറാവണം. അതുപോലെ തന്നെ ചില ക്യാൻസർ രോഗവുമായി ചികിത്സയ്ക്കൊക്കെ ചെല്ലുന്നവരുടെ പേര് വിവരങ്ങൾ 2-3 ദിവസം കഴിയുമ്പം പ്രോട്ടീൻ വിൽപ്പനക്കാർ വീട്ടിൽ വരികയാണ്. അതാരും കൊടുക്കുന്നു? അത് ഒരിക്കലും മനസ്സിലാവാത്ത. അതായത് ക്യാൻസറുമായിട്ട് ആശുപത്രിയിൽ ചെല്ലുന്നതിൻ്റെ 4 ദിവസം കഴിയുമ്പോൾ പ്രോട്ടീൻ ഇത് കഴിച്ചാൽ ക്യാൻസർ കുറയും, ഇത്രയുമുള്ള ഒരു ബോട്ടിലിന് 8,000 രൂപ 10,000 രൂപ വില എന്ന് പറയുമ്പോൾ ഇത് ആരെങ്കിലും കമ്മീഷൻ മോഹിച്ച് ഈ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടല്ലാതെ എങ്ങനെ വീട്ടിൽ വരും? അത് സത്യമാണ്, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആരോഗ്യമേഖലയിലെ ജീർണതകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇത് ഈ പറഞ്ഞതുപോലെ ജീവൻ എന്ന അപൂർവമായ ദൈവഭാഗ്യമായി ലഭിച്ച ആ വസ്തു പരിചരിക്കാനും സംരക്ഷിക്കാനും ചികിത്സിക്കാനും ഭാഗ്യം തന്ന, അറിവ് തന്ന, ജീവൻ തന്ന അതേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഡോക്ടർമാരും. എല്ലാവരുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലരെങ്കിലുമൊക്കെ എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും കച്ചവട താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അപമാനിതമാകുന്നത് പവിത്രമായ ഒരു മേഖലയാണെന്ന് മറന്നുപോകരുത്.